വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് നിന്നെ തലയാക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 28 അധ്യായം 13 വാക്യം. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും ഉന്നതരാകാൻ ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസത്തിലായാലും സമ്പത്തിലായാലും സാമൂഹിക പദവിയിലായാലും അവർ ഉയർന്ന പദവിയിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യന്റെ ഹൃദയം ഒരിക്കലും താഴ്ന്ന നിലയിലായിരിക്കാൻ സമ്മതിക്കില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ വാലല്ല തലയാക്കും എന്ന്. തലയായിരിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? പക്ഷിയായാലും മൃഗമായാലും പ്രധാന അവയവം തലയാണ്. 6 അടി ഉയരമുള്ള ഒരു മനുഷ്യന്റെ തലയിൽ കണ്ണും മൂക്കും ചെവിയും വായുമുണ്ട്. ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾക്ക് തുല്യമായ തലച്ചോർ തലയുടെ ഭാഗമാണ്. ഇവയൊന്നും തന്നെ വാലിലില്ല. എല്ലാത്തിലും തല മുന്നോട്ടു പോവുകയും വാൽ പിന്തുടരുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു കോർപ്പറേറ്റ് ഓഫീസ് എടുക്കുക. ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ സംഘടനയുടെ തലവനെ പോലെ ഇരിക്കും. അദ്ദേഹം തന്റെ ബുദ്ധി ഉപയോഗിച്ച് സംഘടനയുടെ പദ്ധതികളും തന്ത്രങ്ങളും തയ്യാറാക്കും. മധ്യനിരയിലുള്ളവർ ഈ പദ്ധതി നടപ്പിലാക്കും. താഴെത്തട്ടിലുള്ളവർ ആ പദ്ധതികൾ പൂർത്തിയാക്കാൻ സ്വമേധയാ അധ്വാനിക്കും. നീ വാലായിരിക്കരുത്, തലയാകണം എന്ന് ദൈവം പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതിനർത്ഥം അവൻ നിങ്ങളെ ഒരു താഴ്ന്ന നിലയിലുള്ള തൊഴിലാളിയായി നിലനിർത്തില്ല, മറിച്ച് നിങ്ങളെ ഉയർന്ന തലത്തിലേക്ക് ഉയർത്തും. അവിടെ നിങ്ങൾ ഓർഗനൈസറായി പദ്ധതികൾ ആസൂത്രണം ചെയ്യും, ദൈവം നൽകിയ ജ്ഞാനം ഉപയോഗിച്ച്. നിങ്ങൾ പിന്തുടരുന്ന ഒരു വാലായിരിക്കില്ല, എന്നാൽ നിങ്ങൾ ജ്ഞാനിയായ തലവനാകും. ധാരാളം ആളുകളെ നയിക്കാൻ കഴിവുള്ളവനായിരിക്കും. അവർ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അവ നടപ്പിലാക്കാനും തയ്യാറാണ്. ദൈവത്തെ ഭയന്ന് മിസ്രൈമിൽ നിന്ന് ഓടിപ്പോയ മോശ ഒരു വാലായി മാറിയില്ല. എന്നാൽ ദൈവം അവനെ മുഴുവൻ ഇസ്രായേൽ മക്കളെയും നയിക്കാൻ ശക്തനായ ഒരു തലവനാക്കി. ദൈവം മോശയ്ക്ക് എല്ലാ ജ്ഞാനവും അഭിഷേകവും ശക്തിയും നൽകി. അതുപോലെ ദാനിയേലിന്റെ ജീവിതം നോക്കൂ. അടിമത്തത്തിലേക്ക് പോയ ദാനിയേൽ അവിടെ ഒരു വാലായി മാറിയില്ല. ബാബിലോണിലെ എല്ലാ ജ്ഞാനികളെക്കാളും കൂടുതൽ ജ്ഞാനം യഹോവ ദാനിയേലിന് നൽകി. പല രാജാക്കന്മാരും വന്നുപോയി, എന്നാൽ ദാനിയേലിന്റെ തല തുടർച്ചയായി ഉയർത്തി. ദാവീദിന്റെ ജീവിതം നോക്കൂ. ദാവീദ് ഒരു ഇടയനായിരുന്നു. അവന്റെ കുടുംബത്തിലെ അവസാന മകൻ. സ്വന്തം വീട്ടുകാർ തന്നെ അവഹേളിക്കുകയും ചെയ്തു. എന്നാൽ കർത്താവ് ദാവീദിനെ സ്നേഹിച്ചതുകൊണ്ട് അവനെ വാലല്ല തലയാക്കി. കർത്താവ് അവനെ അഭിഷേകം ചെയ്തു. ദാവീദിനെ അവന്റെ എല്ലാ സഹോദരന്മാരുടെയും മധ്യത്തിൽ ഉയർത്തി. അവൻ ശത്രുക്കളുടെ സാന്നിധ്യത്തിൽ അവന്റെ മുൻപിൽ ഒരു മേശ ഒരുക്കി. അവനെ പുതിയ തൈലം പൂശി. ദാവീദ് ഒരു വാലല്ല, മറിച്ച് ഇസ്രായേൽ മക്കളുടെ മുഴുവൻ തലവനായിരുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ താഴ്മയിൽ നിങ്ങളെ ഉയർത്തിയ കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുമോ? എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം അവനാണ്. നിങ്ങളുടെ സഹായം ലഭിക്കുന്ന പർവ്വതവും അവനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 2 വാക്യം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോബ് 28-29 അധ്യായങ്ങൾ, വൈകുന്നേരം അപ്പോസ്തലപ്രവൃത്തികൾ 13 അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. വാക്യം